നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷം കേരളം ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിൽ എത്തുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഭരണകക്ഷിയായ LDF-നും പ്രതിപക്ഷമായ UDF-നും കേന്ദ്രം ഭരിക്കുന്ന NDA-ക്കും നിർണായകം തന്നെയാണ്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 19 സീറ്റുകൾ സമ്മാനിക്കുകയും LDF-നെ ഒന്നിലൊതുക്കുകയും NDA നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് പറയാൻ വോട്ട് ചെയ്ത് കാത്തിരിക്കേണ്ടത് 38 ദിവസങ്ങളാണ്. സാൻ ന്യൂസിന്റെ സർവേ പ്രകാരം ഇത്തവണ കേരളം നിൽക്കുന്നത് UDF-ന് ഒപ്പം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച് കുറവ് സീറ്റുകൾ തന്നെയായിരിക്കും അവർക്ക് ഇത്തവണ ലഭിക്കുന്നത്. 14 സീറ്റുകളായിരിക്കും UDF ഇത്തവണ കരസ്ഥമാക്കുന്നത്. NDA കഴിഞ്ഞ വട്ടം പോലെ തന്നെ ഒരു സീറ്റും ലഭിക്കാൻ സാധ്യതയില്ല. LDF-ന് ഇത്തവണ 6 സീറ്റുകൾ പിടിക്കും എന്നാണ് സാഗ് ന്യൂസിന്റെ സർവേ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. ആ 6 സീറ്റുകൾ ആറ്റിങ്ങൽ, പാലക്കാട്, കാസർഗോഡ്, വടകര, തൃശൂർ എന്നിവിടങ്ങളിൽ ആയിരിക്കും LDF അവരുടെ പതാക ഉയർത്താൻ പോകുന്നത്. പലയിടങ്ങളിലും അതിശക്തമായ മത്സരം തന്നെ കാണാൻ സാധിക്കും. 2,77,49,159 വോട്ടർമാരുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്തവണ നല്ലൊരു പോളിംഗ് തന്നെ കാണാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.